പേരാമ്പ്രയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് മോഡന വസ്തു എറിഞ്ഞു എന്നുള്ളത്. അവിടെ അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിലൊന്നും അന്ന് പെട്ടിരുന്നില്ല. മാത്രമല്ല, MP-യെ തല്ലിയതിൽ പാളിച്ച പറ്റിയെന്ന് റൂറൽ SP പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രീ സജീവ് ഇങ്ങനെ ഒരു ഇല്ലാക്കഥയുണ്ടാക്കി. അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെന്റ് പോയത്. ഇന്നലെ EP ജയരാജൻ പറഞ്ഞത് ഇപ്പോ മൂക്കിന്റെ എല്ലിന് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ, ഇനി ശരീരത്തിനും കുഴപ്പമുണ്ടാവുന്നതാണ്. അപ്പൊ കലാപത്തിന്റെ ആഹ്വാനമാണ് ഇന്നലെ EP ജയരാജൻ നടത്തിയത്. അതിന് ഞങ്ങൾ സമാധാനപ്രിയരാണൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ MP-യെ ദ്രോഹിക്കാൻ വന്നാൽ, ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ തല്ലാനും പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കില്ല. നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും. അതിൽ ഞങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നത് CPM-ന്റെ ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസത്തിന് പോലീസ് കൂട്ടുന്നു. അല്പം മനുഷ്യത്വം കാണിച്ച റൂറൽ SP-നെ ഇന്നലെ ഭീഷണിപ്പെടുത്ത പ്രസംഗമാണ് EP ജയരാജന്റെയും TP രാമകൃഷ്ണന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ന് ശക്തമായിട്ടുള്ള സമരത്തിന് UDF അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. ശ്രീ പ്രവീൺ കുമാറിന്റെയും അതുപോലെ അഹമ്മദ് പുന്നക്കലിന്റെയും നേതൃത്വത്തിൽ ശക്തമായി അവിടെ UDF പ്രതിരോധിക്കും. MP-യെ തല്ലിയ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും. ജയരാജൻ ഇപ്പോ 75 കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായപ്പോ പിണറായിന്റെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു സഖാവിന്റെ ദയനീയ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ ഇന്നത്തെ പ്രസ്താവനയെ കാണുന്നുള്ളൂ. അതിനെ പരമപുച്ഛത്തോടെ ഞങ്ങൾ തള്ളിക്കളയാണ്. ഞങ്ങളെ തൊടാൻ വന്നാൽ, ഒരു പ്രവർത്തകനെ തൊടാൻ വന്നാൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അടിവരയിട്ട് പറയുന്നു, നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ കയ്യിലെടുക്കും. ഒരു സംശയമില്ല കാര്യം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ശ്രീ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങും.